ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചും കൂടി ഒന്ന് വെറൈറ്റി ആയാൽ നന്നായിരിക്കും അല്ലേ? എന്നാൽ പിന്നെ ഇന്നത്തെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ? പുളിയില്ലാത്ത തൈര് അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ക്യാരറ്റ്, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, കുറച്ച് ഇഞ്ചി, സവാള, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു താളിപ്പൂടെ വേണം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഇടിച്ച മുളക്, കുറച്ച് കറിവേപ്പില ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അളവില് സേമിയാണ്. വറുത്തതോ വറക്കാത്തായ സേമിയ എടുക്കാവുന്നതാണ്. നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം 5 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. തീരെ കനം കുറഞ്ഞ സേമിയാണെന്നുണ്ടെങ്കിൽ 1-2 മിനിറ്റ് തന്നെ ധാരാളമാണ്. സേമിയ ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയി പോകാതെ കറക്റ്റ് പരുവത്തിൽ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളമൊന്നും ചേർക്കാതെ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി കുറേശ്ശെ എടുത്ത് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഇഡ്ഡലി തട്ടിലേക്ക് മാറ്റാം. 10 തൊട്ട് 15 മിനിറ്റ് നേരത്തേക്ക് വേണം ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ.